നമ്മുടെ കൈക്കരുത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും ആലോചന കൊണ്ടും നമുക്കൊരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ചില ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ജീവിതത്തിൽ കടന്നു വരും. അപ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു വചനഭാഗമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇതെങ്ങനെ മുൻപോട്ട് മറികടക്കാൻ കഴിയുമെന്നുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. തുടർന്ന് സന്ദേശത്തിലേക്ക് കടക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. ഇന്നത്തെ വചനാധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. ആ വചനഭാഗം ഇങ്ങനെ പറയുന്നു: യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ ഒരു വചനഭാഗം എൻ്റെ ഹൃദയത്തെ വളരെയധികം ചിന്തിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ നിന്നുള്ള ചില ആലോചനകളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒരു പിതാവ് തൻ്റെ മകനുമായിട്ട്, രോഗബാധിതനായ തൻ്റെ മകനുമായിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നു. ആ മകനെ ബാധിച്ചിരിക്കുന്ന പൈശാചികമായിട്ടുള്ള ആ ബന്ധനത്തിൽ നിന്ന് ഒരു സൗഖ്യം ലഭിക്കേണ്ടതിനാണ് കടന്നു വന്നത്. എന്നാൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മകന് സൗഖ്യം ലഭിച്ചില്ല എന്ന് നമുക്ക് കാണാം. അവർക്കാർക്കും ആ ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അല്പം വിഷാദത്തോടുകൂടെ ഈ മകനുമായിട്ട് പിതാവ് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. യേശുവിനോട് ഈ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം അതിപ്രകാരമാണ്: നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കുക. 9-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത്: നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് യേശു തിരികെ പറയുന്നത്: എനിക്ക് കഴിയുമെങ്കിൽ എന്നല്ല, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ, ചില പ്രതികൂലങ്ങളുടെ സമയങ്ങളിൽ, ചില വിഷയങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചു പോകും. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കും: ദൈവമേ, നിനക്ക് കഴിയുമോ? ദൈവമേ, നീ ഇത് മാറ്റിത്തരുമോ? നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന് ദൈവത്തോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലേ? എന്നാൽ ഇത്തരം ചോദ്യങ്ങളോട് ദൈവത്തിന് നമ്മോട് പറയാനുള്ള മറുപടി എനിക്ക് കഴിയുമോ എന്നല്ല, നിനക്ക് വിശ്വസിക്കാമോ? നീ വിശ്വസിക്കുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അവിശ്വാസം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും, അത്ഭുതങ്ങളിൽ നിന്ന് അകറ്റിക്കളയും, ദൈവപ്രവൃത്തിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. എന്നാൽ വിശ്വാസം നമ്മെ ദൈവത്തെങ്കിലേക്കും ദൈവപ്രവൃത്തിയിലേക്കും അത്ഭുതങ്ങളിലേക്കും അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. എവിടെയൊക്കെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരമിറങ്ങുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചോദ്യം മറഞ്ഞു കിടക്കുന്നുണ്ടോ എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: ചോദ്യങ്ങളെ മാറ്റിവെക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിശ്വാസത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഉടനടി കീഴ്പ്പെടുത്തണം, വചനം കൊണ്ട് കീഴ്പ്പെടുത്തണം, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തണം. മനുഷ്യരായ നമ്മുടെ ഉള്ളത്തിൽ പല വിധത്തിലുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ കടന്നു വരും. ജീവിതത്തിൻ്റെ കഠിനമേറിയ സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബുദ്ധി നമ്മോട് പറയും: ഇത് സാധിക്കുകയില്ല, ഇത് ബുദ്ധിമുട്ടാണ്, മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനെ ദൈവവചനം കൊണ്ടും ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസങ്ങൾ കൊണ്ടും നാം സമാധാനിപ്പിക്കുകയും സ്വസ്ഥമാക്കുകയും വേണം. നമ്മുടെ ഉള്ളത്തോട് തന്നെ പറയണം: എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുകയും ആലോചനകളെ ഉരുവിടുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളെ നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയും.
പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നിങ്ങളതൊന്ന് പരിശീലിച്ച് നോക്കിയേ. നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരുന്ന ചിന്തകളെ നിങ്ങൾക്ക് നേരിടുവാനും അതിനെ കീഴ്പ്പെടുത്തുവാനുമുള്ള അധികാരം നിങ്ങളുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളത് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മേൽ വിജയം കണ്ടെത്തുവാൻ കഴിയും. നമ്മുടെ മുമ്പിലുള്ള സകല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള വിശ്വാസം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. യേശു പറയുകയാണ്, വിശ്വസിക്കുന്നവന് കഴിയും. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യും. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നമുക്ക് വിശ്വസിക്കാം. എല്ലാ അവിശ്വാസത്തെയും പുറത്താക്കാം. നമുക്ക് ഏറ്റു പറയാം, വിശ്വസിക്കുന്ന എനിക്ക് സകലവും കഴിയും. വിശ്വസിക്കുന്ന എൻ്റെ മുമ്പിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആർക്കും മുറിച്ചു കടക്കാൻ കഴിയാത്ത ചെങ്കടലിൻ്റെ ശക്തമേറിയ ഓളങ്ങളെ മുറിക്കാൻ ദൈവം മോശയ്ക്ക് വിശ്വാസം കൊടുത്തു. ദൈവം പറയാം, മോശെ, നീ വിശ്വസിച്ചുകൊണ്ട് വടി നീട്ടുക, ഞാൻ അത്ഭുതത്തെ പ്രവർത്തിക്കാം. ആർക്കും ഒരിക്കലും തകർക്കാൻ കഴിയാത്ത യെരിഹോ മതിലിൻ്റെ മുമ്പിൽ ദൈവം യോശുവയോട് പറയാണ്, വിശ്വസിച്ചുകൊണ്ട് നീ ആർപ്പിടുക. ജനം മുഴുവൻ ആർപ്പിട്ടപ്പോൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ തകരാത്ത ആ വലിയ മതിൽ വീണുപോയി. തുടർന്ന് വചനം വായിക്കുമ്പോൾ നാം കാണുന്നു, തന്നേക്കാൾ പൊക്കവും നീളവും ആയുധാഭ്യാസവും ഒക്കെയുള്ള ഗോലിയാത്തിനെ നേരിടുമ്പോൾ ദാവീദിൻ്റെ കയ്യിലുള്ള ആയുധമല്ല അവനെ നേരിടുവാനായിട്ട് പ്രേരണ കൊടുത്തത്, മറിച്ച് അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച വിശ്വാസമാണ്. വിശ്വാസത്താൽ അവൻ ഗോലിയാത്തിനെ തൻ്റെ കയ്യിലുള്ള ചെറിയ കവണ കൊണ്ട്, കല്ലുകൊണ്ട് തന്നെ വീഴ്ത്തിക്കളഞ്ഞു. ഇതുപോലെ വേദപുസ്തകത്തിലുടനീളം വിശ്വസിക്കുന്നവരാൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നമുക്ക് വിവരിച്ചുകൂടാ. അതുകൊണ്ട് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്ക് ആഴമേറിയൊരു വിശ്വാസത്തിനായിട്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അളവ് ധാരാളമായി പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആഴമേറിയ വിശ്വാസം പരിവർത്തിക്കട്ടെ. അസാധ്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഉച്ചരിപ്പാൻ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.